ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? എനിക്കും ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മച്ചീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു. അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു ലേശം ഭേദമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു 3-4 വീഡിയോ ഓരോ നാളിനെ കുറിച്ചുമായി ഇട്ടിരുന്നത്. അപ്പം ഇപ്പം ദോഷമുള്ള നാള്, പിന്നെ ഇപ്പം നല്ല രീതിയിൽ പോകുന്ന നാളുകാരുടെയൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സ്ത്രീകളുടെ കുറച്ച് നാളുകൾ, ഈ നാളുകാരുള്ള സ്ത്രീകളുള്ള വീട്ടിലുണ്ടല്ലോ, ഐശ്വര്യം കുമിഞ്ഞു കൂടി വരും. ഇവരെ കണി കണ്ടിട്ട് പോയാലും അതുപോലെ തന്നെ 1-ാം തീയതി ഇവർ വന്ന് വീട്ടിൽ വന്ന് യാദൃശ്യമായിട്ട് കയറും. നമ്മൾ വിളിച്ചു കയറ്റുമ്പം യാദൃശ്യമായിട്ട് കയറുന്നത് പോണക്കത്തെ ഫലങ്ങളുണ്ടാകില്ല. നമ്മൾ പറയില്ലേ, ചില നാളുകാർ അല്ലെങ്കിൽ ചിലർ വന്ന് 1-ാം തീയതി കയറിക്കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര അലമ്പും ആലോക്യവും കടവും രോഗങ്ങളും വീട്ടിൽ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും എന്നൊക്കെ പറയല്ലേ. ചിലരെ കണ്ടിട്ട് പോയാലും ചിലർ വന്ന് 1-ാം തീയതി കയറിയാലും ചിലരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാസം നമ്മുടെ കയ്യിൽ 10 പൈസ കിട്ടത്തുമില്ല, ഉള്ളതും പോകും, ആ കൂടെ കുറേ കടം കൂടെ ആകും എന്നൊക്കെ പറയല്ലേ. പക്ഷേ ഈ പറയുന്ന നാളുകാരെ നമ്മൾ കണ്ടിട്ട് പോയാൽ പകിട 12 എത്ര നടക്കാത്ത കാര്യവും നമ്മൾ നടന്നു കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സറിയാതെ നമ്മളെ അല്ലെങ്കിൽ എന്നേലും കാലത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ കാശ് പോലും നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കാനുള്ള ഭാഗ്യം കൂടുതലാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിൽ വരും. ഇവരെ കണ്ടിട്ട് പോയാലും അതേ കണി കാണുക എന്ന് പറയും. കണി കണ്ടിട്ട് പോയാലും അതുപോലെ തന്നെ നല്ലതാണ്. നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്, അറിയാതെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പറയല്ലേ, ആയില്യം നാള് അയൽദോഷിയാണെന്ന്. പക്ഷേങ്കിൽ ആയില്യം നാള് അയൽദോഷിന്ന് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ഇവർ വന്ന് നമ്മുടെ വീട്ടിൽ കയറിയാൽ നമുക്ക് ശുക്രദശയാണ്. അതുപോലെ തന്നെ ഇവരെ കണി കണ്ടിട്ട് പോയാലും നമുക്ക് നല്ലതാണ്. ആയില്യനാൾ അയൽദോഷി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം പറയും. ഈ ആയില്യനാളുകാർ ഉറക്കം ഉണർന്ന് ഏറ്റ് കഴിയുമ്പോൾ ഇവരുടെ ദൃഷ്ടി എങ്ങോട്ടാണോ പതിയുന്നത്, ഏത് വീട്ടിലോട്ടോ അല്ലെങ്കിൽ ആരിലാണോ പതിയുന്നത്, അവർക്ക് ദോഷം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരെ കണി കണ്ടിട്ട് പോകുന്നത് മോശം നല്ല അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇവരെ കണി കാണാനും ഇവരുടെ കൈനീട്ടവും 1-ാം തീയതിയും വളരെ നല്ല. ഇപ്പോൾ ഇവർക്ക് സമയവും വളരെ നല്ലതാണ് ആയില്യം നാള്. അതുപോലെ തന്നെയാണ് മകം നാള്. മകം നാളിന് നമ്മൾ പറയില്ലേ, മകൻ പിറന്ന മങ്കേന്ന്. വീട്ടിലിരുന്നാൽ ഐശ്വര്യം കുമിഞ്ഞു കൂടും. എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ഒരു നേരത്തേന് മുട്ടുവരാത്ത ഒരു നാളാണ് മകം നാള്. പിന്നത്തെ നാള് ചോതി നാള്. ചോതി നാളുകാർക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് കിട്ടും. നമുക്കൊരു ബാധ്യത പ്രശ്നമാണ്, നമ്മൾ ആരോടെങ്കിലും ഒന്ന് കടം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പം നമ്മുടെ ഒരു മട്ടും മാതിരി ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അവർ ചോദിക്കും, എന്താ വന്നത്, എന്തെങ്കിലും കാര്യത്തിന് വന്നതാകട്ടോ, പറയാൻ മടിച്ചിട്ട് നിൽക്കുക, എന്തായാലും പറഞ്ഞോന്നേ, വല്ല സാമ്പത്തിക ഇടപാടാണ്, എന്തായാലും പറ, നമുക്ക് പരിഹരിക്കാമെന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് പറയും. അത്രയ്ക്ക് നല്ല നാളാണ് ചോതി നാളുകാർ. അതുപോലെ തന്നെ ചോതി നാളുകാർ 1-ാം തീയതി ചെന്ന് കയറുന്നതും വളരെ നല്ലതാണ്. അവരുടെ കൈനീട്ടവും വളരെ നല്ലതാണ് ചോതി നാളുകാരുടെ. അതുപോലെ തന്നെയാണ് ചിത്തിരനാള്. ചിത്തിരനാള് താമസിക്കുന്ന വീട് വിട്ട് ആ തറ വേറെ വെക്കുമെന്നാണ് പറയുന്നത്. ആ വീട് കൂടാതെ വേറെ വീട് മേടിക്കും. ഇവരെയും കാണാനും ഇവരുടെ കൈനീട്ടവും ഇവരിയ്ക്കുന്ന കുടുംബത്തും അഭിവൃദ്ധി ഉണ്ടാകും. ഒന്നിനും ഒരു മുടക്കവും വരത്തില്ല. അതുപോലെ തന്നെയാണ് ഉത്രം നാള്. ഈ ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ടാണ് ഈ നാളുകാർക്കെല്ലാം ഇവരുടെ ചെറിയ സമയദോഷങ്ങളെല്ലാം മാറി ഈ ഓഗസ്റ്റ് 1 മുതൽ ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. ഉത്രം നാളുകാർക്കും ചെറിയ സമയദോഷങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മറിഞ്ഞ് അവരിയ്ക്കുന്നിടത്ത് ഇങ്ങോട്ട് ധനം വന്നു ചേരും ഉത്രം നാളുകാർക്ക്. അതുപോലെ തന്നെയാണ് രേവതി നാള്. രേവതി നാള് കൃഷ്ണൻ്റെ നാളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവർക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇനിയും ഒരു ചിട്ടി കിട്ടാനുണ്ട്, ചിട്ടി കിട്ടും. അതുപോലെ തന്നെ ഒരു ലോണിന് അപേക്ഷ വെച്ചിട്ട് ഇത്രയും നാളായിട്ട് കിട്ടാതിരിക്കുന്ന കാര്യമാണ്, അത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എവിടുന്നെങ്കിലും, അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടോ ആരെങ്കിലും ഇവരെ സഹായിക്കും ഈ രേവതി നാളുകാർ. അത്രയ്ക്ക് നല്ല സമയമാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ ഇവർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുണർതം നാളുകാർ. പുണർതം നാളുകാർക്ക് ഒരു കുറച്ച് സമയദോഷം ഉണ്ടായിരുന്നു, അത് മാറി
ഈ ഓഗസ്റ്റ് 1 മുതൽ അവരും ഇതുപോലെ തന്നെയാണ്. അവർക്ക് ഒരു വലിയൊരു ഭാഗ്യം വരാനായിട്ടിരിക്കുന്നു. ഒരു നല്ലൊരു എമൗണ്ട് അവരുടെ കയ്യിലോട്ട് വരാൻ പോകുന്നുണ്ട് പുണർതം നാളുകാർക്ക്. ചിലപ്പം ജനന സമയത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയൊരു മാറ്റം സംഭവിക്കുമെങ്കിലും ഈ നാളുകാർക്കും വളരെ നല്ലതാണ് ഈ വരുന്ന സമയങ്ങളിൽ. ഓഗസ്റ്റ് 1 മുതൽ അവർക്ക് സമയത്തിന് മാറ്റം വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് പൂരുരുട്ടാതി നാളുകാരുടേതും സമയം മാറി മറിഞ്ഞു വരുവാണ്. അവർക്കും നല്ല സമയം വരുവാണ്. പൂരുരുട്ടാതി നാളുകാർ ഇരിക്കുന്നിടത്ത് ഐശ്വര്യം താനേ വന്നു ചേരും. അവരെ കണി കാണാനും അവരുടെ കൈനീട്ടവും അവർ 1-ാം തീയതി കയറിയാലും എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ പൂരുരുട്ടാതി നാളുകാരെ യാദൃശ്യമായിട്ട് കണ്ടിട്ട് പോയാൽ നമുക്ക് അച്ചട്ടായിട്ട് നമ്മൾ പോകുന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും. അതുപോലെ തന്നെയാണ് തൃക്കേട്ട നാളുകാർ. തൃക്കേട്ട നാളുകാർക്ക് ഭയങ്കര സമയദോഷമായിരുന്നു. അവരെന്തു തൊട്ടാലും പ്രശ്നങ്ങളായിരുന്നു. അവരെ കണി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യമെന്നായിരുന്നു. പക്ഷെ ആ നാളുകാർക്ക് ഇപ്പം വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. അവർക്കൊരിച്ചിരി ഈശ്വരാനുഗ്രഹമൊക്കെ കുറവുള്ളത് കൊണ്ട് ഇവർ ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ഒരു ചുമന്ന പട്ടുമൊക്കെ മേടിച്ച് അവനവൻ്റെ പേരിൽ തന്നെ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ നാളിനും മാറ്റങ്ങളെല്ലാം വന്നിരിക്കുന്നു. അപ്പം ഇത്രയും നാളുകാരാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ അവർക്ക് ഈ നാളുകാർക്ക് വളരെ നല്ല സമയമാണ് വന്നിരിക്കുന്നത്. ഇവരെ കണി കാണാനും ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കാനും ഇവരെ 1-ാം തീയതി കയറിയാലും നമുക്ക് കിട്ട 12 അത്രയ്ക്ക് നല്ലതാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കരുത് ചെയ്യുന്നത്. അറിയാതെ വന്നായിരിക്കണം ഈ 1-ാം തീയതി കയറുന്നത്. ഇവരിൽ ആരെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ, ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ ചിങ്ങമാസം 1-ാം തീയതി ഈ നാളിൽപ്പെട്ടവരാരെങ്കിലും നിങ്ങൾക്ക് 1-ാം തീയതി നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുക്രദശയായിരിക്കും. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് കേട്ടോ ഈ 1-ാം തീയതി നോട്ടം കൂടുതൽ. അതും മലയാള മാസം 1-ാം തീയതിയാണ് നമ്മൾ ഹിന്ദുക്കൾ നോക്കുന്നത്. ആ സമയത്ത് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇംഗ്ലീഷ് മാസമാണ് നോക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ 1-ാം തീയതി നോക്കുന്നത് നോക്കുക. നമ്മൾ മലയാളമാണ് നോക്കുന്നത്. അപ്പം ഈ ചിങ്ങമാസം 1-ാം തീയതി നിങ്ങളുടെ വീട്ടിൽ ആരാണ് 1-ാം തീയതി കയറുന്നത്, നിങ്ങൾ പറഞ്ഞ ആരെയും കയറ്റരുത്. ഈ നാളുകാരെ തപ്പിപ്പിടിച്ചു പറഞ്ഞ് നിങ്ങൾ വന്ന് 1-ാം തീയതി കയറണം എന്ന് പറയാൻ നിൽക്കണ്ട. യാദൃശ്യമായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഗേറ്റ് അടച്ചിടുക. എന്നിട്ട് നിങ്ങൾ ആരാ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു നല്ലത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ചോദിക്കുക ആ വന്നവരോട് നിങ്ങളുടെ നാളെന്തായിരുന്നെന്ന്. പിന്നെ 1-ാം തീയതി ഫലം എന്ന് പറഞ്ഞാൽ ചിലർ പറയും രാവിലെ 10 മണി വരെ 1-ാം തീയതി ഫലമുള്ളെന്ന്. ചില ജ്യോത്സ്യന്മാരും പറയും രാവിലെ 10 മണി വരെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ രാത്രി 12 തൊട്ട് പകൽ 12 മണി വരെയാണ് ആ ഒരു ദിവസം. അപ്പം 12 മണി വരെ നിൽക്കും 1-ാം തീയതി ഫലം. 12 കഴിഞ്ഞാൽ പിന്നെ ആര് കയറിയാലും വന്നാലും ഒരു ഫലവുമില്ല. അപ്പം 12 മണി വരെ നമ്മുടെ വീട്ടിൽ ആരാ കയറുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അടിച്ച മുറ്റത്ത് കയറിയാൽ മതി കേട്ടോ 1-ാം തീയതി ഫലം ഉണ്ടാകും. അല്ലാതെ വീടിൻ്റെ അകത്ത് വന്ന് കയറണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ 1-ാം തീയതി ദിവസങ്ങളിൽ പട്ടി തെണ്ടി കയറി വന്നാൽ അത് കാലനാകട്ടോ. 1-ാം തീയതി ആണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും പട്ടി തെണ്ടി കയറി വന്നാൽ അടിച്ചോടിച്ചോണം. ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അത്രയ്ക്ക് കൊള്ളത്തില്ല. പെലയുണ്ടേ മാറത്തുള്ളൂ ഈ പട്ടി തെണ്ടിക്കരുന്ന്. ആ സമയത്ത് പൂച്ച വന്നാൽ നമ്മൾ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണമാണെങ്കിൽ പോലും പൂച്ചയ്ക്ക് ഒരു നേരത്തെ നമ്മൾ കൊടുക്കണം. അതിനെ അടിച്ചു ഓടിക്കുകയോ തല്ലി ഓടിക്കുകയോ ഒന്നും വേണ്ട. പൂച്ച പ്രസവിച്ച് കിടന്നാൽ അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ കുടുംബത്തിന്. അതുകൊണ്ട് പൂച്ചേനെ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.